ഹായ് വെൽക്കം ടു മാഡ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്കൽ വീക്കർ സെക്ഷന്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്, അതായത് സ്റ്റേറ്റ് ലെവൽ ആപ്ലിക്കേഷൻ ഫോമുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് വീഡിയോയിൽ എന്താണ് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ, സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ എന്ത്, ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ത്, എന്തൊക്കെ ഡോക്യുമെന്റുകൾ ആവശ്യമാണ്, ഫുൾ ഡേറ്റ നമ്മൾ കണ്ടിരുന്നു. അത് കണ്ടു നോക്കി മനസ്സിലായതിനു ശേഷം മാത്രം ഇത് കാണുക. ഓക്കെ, ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇതിനകത്ത് പറയാം. നമ്മൾ ഒരു എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പഴയ വീഡിയോയിൽ, എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ഒരു ഫാമിലി എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വ്യക്തി, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വ്യക്തിയുടെ അച്ഛൻ അമ്മ, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വ്യക്തിയുടെ ഭാര്യ, 18 വയസ്സിന് താഴെയുള്ള മക്കൾ, അതുപോലെ 18 വയസ്സിന് താഴെയുള്ള സഹോദരങ്ങൾ, ഇവരെല്ലാമാണ് ഒരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുക. പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ടാക്സ് കൺസിഡർ ചെയ്യുന്ന സമയത്തും എല്ലാം ഈ പറയപ്പെടുന്ന എല്ലാ വ്യക്തികളുടെ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും ഈ പറയപ്പെടുന്ന എല്ലാ വ്യക്തികളെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയുള്ള കണ്ടീഷൻസും കേരള ഗവൺമെന്റിന് വേണ്ടിയുള്ള കണ്ടീഷൻസും ഡിഫറെന്റ് ആണ്. അപ്പോൾ കണ്ടീഷൻസ്, സെൻട്രൽ ഗവൺമെന്റ് കണ്ടീഷൻസ് ആദ്യത്തെ വീഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കാണാനായിട്ട് പോകുന്നത്. ഈ ശശിധരൻ നായർ സാറുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ പറയപ്പെടുന്ന 103 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ച് ഉണ്ടാക്കിയ കേരളത്തിൽ EWS റിസർവേഷനിൽ ചെറിയ ചേഞ്ചുകൾ വരുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തി അല്ലെങ്കിൽ ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത് 4 ലക്ഷത്തിൽ കുറവറിയണം. ഭാര്യയുടേത്, 18 വയസ്സിൽ താഴെയുള്ള സഹോദരങ്ങളുടേത്, 18 വയസ്സിൽ താഴെയുള്ള മക്കളുടേത്, അച്ഛന്റെ അമ്മയുടെ മൊത്തം ഇൻകം എന്ന് പറയുന്നത് 4 ലക്ഷത്തിൽ താഴെയായിരിക്കണം. ദെൻ ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് വേറൊരു റിസർവേഷൻ സ്കീമിലും റിസർവേഷൻ അവൈൽ ചെയ്യുന്ന വ്യക്തിയാവുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബോ OBCയോ ആവാനായിട്ട് പാടില്ല. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, ഷുഡ് നോട്ട് ഹോൾഡ് മോർ ദാൻ 2.5 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഇൻ എനി ഗ്രാമപഞ്ചായത്ത്. അതായത് മൊത്തം ഗ്രാമപഞ്ചായത്തുകൾ എടുത്താൽ ഗ്രാമപഞ്ചായത്തുകളിലൂടെ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ലാൻഡ് എന്ന് പറയുന്നത് 2.5 ഏക്കറിൽ കൂടാൻ പാടില്ല. അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 75 സെന്റിൽ കൂടാൻ പാടില്ല. മുനിസിപ്പൽ കോർപ്പറേഷൻസിലാണെങ്കിൽ 50 സെന്റിൽ കൂടാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ലാൻഡ് ഉണ്ടെങ്കിൽ രണ്ടിടത്തെയും കൂടെ ലാൻഡ് കൂട്ടുമ്പോൾ അത് 75 സെന്റിൽ കൂടാനായിട്ട് പാടില്ല. ഒന്നാമത്തെ കാര്യം, ഗ്രാമപഞ്ചായത്തിൽ 2.5 ഏക്കറിൽ കൂടാൻ പാടില്ല, മുനിസിപ്പാലിറ്റിയിൽ 75 സെന്റിൽ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളതെങ്കിൽ 50 സെന്റിൽ കൂടാൻ പാടില്ല. അല്ല, മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ അത് 75 സെന്റിൽ കൂടാൻ പാടില്ല. കേരളത്തിനുള്ളിലുള്ള പ്രോപ്പർട്ടിയും കേരളത്തിന് വെളിയിലുള്ള പ്രോപ്പർട്ടിയും കൺസിഡർ ചെയ്യേണ്ടതാണ്. അടുത്ത കാര്യം, ദ പേഴ്സൺ ഹൂസ് ഫാമിലി ഹൗസ് ഹോൾഡ് ഹാവിംഗ് എൻ ഏരിയ മോർ ദാൻ 20 സെന്റ്. അതായത് നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 20 സെന്റിൽ കൂടാൻ പാടില്ല. എവിടെ? മുനിസിപ്പാലിറ്റിയിൽ. മുനിസിപ്പൽ കോർപ്പറേഷൻസിലാണ് എങ്കിൽ 15 സെന്റിൽ കൂടാൻ പാടില്ല. നിങ്ങൾ വീടിരിക്കുന്ന സ്ഥലം അതിന്റെ പ്ലോട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 20 സെന്റിലോ മുനിസിപ്പൽ കോർപ്പറേഷൻസിലാണ് 15 സെന്റിലോ കൂടാൻ പാടില്ല. രണ്ടിടത്തും ഉണ്ടെങ്കിൽ രണ്ടും കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 20 സെന്റിൽ കൂടാനായിട്ട് പാടില്ല. അതായത് മുനിസിപ്പൽ കോർപ്പറേഷനിലും പ്രോപ്പർട്ടി ഉണ്ട്, മുനിസിപ്പാലിറ്റിയിലും പ്രോപ്പർട്ടി ഉണ്ട്, റെസിഡൻഷ്യൽ ഇതുണ്ട്, അതിൻ്റെ കൂട്ടുമ്പോൾ 20 സെന്റിൽ കൂടാനായിട്ട് പാടില്ല. ഇനി അന്ത്യോദയ അന്നയോജന സ്കീമിൽ പെട്ടിരിക്കുന്നവർക്കാണ് എങ്കിൽ അവർക്ക് എക്കണോമിക്കൽ വീക്കർ സെക്ഷന് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഇത്രയും കണ്ടീഷൻസിനകത്ത് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, ഫൈൻ. ഇത്രയും ഡാറ്റ ക്ലിയർ ആണെങ്കിൽ നമ്മൾ വേറൊരു ഇതിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ എക്കണോമിക്കൽ വീക്കർ സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം, കേരളത്തിലെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ മലയാളത്തിലാണ് കൊടുക്കേണ്ടത്. വരുമാനവും ആസ്തിയും സംബന്ധിച്ചുള്ള സാക്ഷ്യപത്രത്തിനുള്ള അപേക്ഷാ ഫോം, ഏത് സ്വീകർത്താവ്, വില്ലേജ് ഓഫീസർ, ഏത് വില്ലേജിലെ വില്ലേജ് ഓഫീസർ ആണെന്നുള്ളത്, ഓക്കെ, നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് എന്താണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അതിനുശേഷം അപേക്ഷകന്റെ പേരും മേൽവിലാസവും, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, താലൂക്ക് ഏത്, വില്ലേജ് ഏത്, മുനിസിപ്പാലിറ്റി ആണോ, പഞ്ചായത്താണോ, കോർപ്പറേഷൻ, അത് മെൻഷൻ ചെയ്യുക. സർട്ടിഫിക്കറ്റ് ആരുടെ പേരിലാണ് സർട്ടിഫിക്കറ്റ് വേണ്ടത്, സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളുടെ പേര്, അപേക്ഷകനുമായി ബന്ധം, സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ്, രക്ഷകർത്താവ്, ഏതൊരാളുടെ പേര് എഴുതുക. നിങ്ങളുടെ ലിംഗം, ജനനതീയതിയും വയസ്സും മെൻഷൻ ചെയ്യുക. ആധാർ നമ്പരും മൊബൈൽ നമ്പറും മെൻഷൻ ചെയ്യുക. റേഷൻ കാർഡ് നമ്പർ കൊടുത്താൽ മാത്രം റേഷൻ കാർഡിന്റെ പകർപ്പ് കൂടി കൊടുക്കേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞു SC ST അല്ലെങ്കിൽ OBCയിൽ പെടുന്നവരല്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള വ്യക്തികളുടെ കുടുംബാംഗങ്ങളുടെയും മതം, ജാതി വിവരങ്ങൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അച്ഛൻ, അമ്മ, നിങ്ങളുടെ 18 വയസ്സിൽ താഴെയുള്ള സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ, ഇത്രയും ആൾക്കാരുടെ പേര്, അയാൾക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം, മതവേത്, ജാതിയേത്, ഉപജാതിയേത്, അത് കൃത്യമായിട്ട് മുഴുവൻ ഡീറ്റെയിലും കൊടുക്കേണ്ടതാണ്. വരുമാന വിവരങ്ങൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആ ഫാമിലി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാ വ്യക്തികളുടെയും ആവശ്യമുള്ള വ്യക്തി, അയാൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അയാളുടെ വരുമാനം എത്രയാണ്, കൃഷിയിൽ നിന്ന് അയാൾക്ക് എത്ര വരുമാനമാണ്, മൊത്തം വരുമാനം എത്രയാണ്, ആ മുഴുവൻ വരുമാനം എഴുതുക, കൂട്ടിയെഴുതുക. then ഓരോരുത്തരുടെ ആസ്തി വിവരങ്ങൾ കൊടുക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഒന്ന് ആരുടെ പേരിലാണ് ഭൂമി ഉടമയുടെ പേര്, ആ വ്യക്തി ആളുടെ പേര് എഴുതുക. നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്,
ഏത് സംസ്ഥാനത്ത്, ഏത് ജില്ലയിൽ, ഏത് താലൂക്കിൽ, ഏത് വില്ലേജിൽ, അത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ കോർപ്പറേഷൻ ആണോ, ആ സ്ഥലത്തിന്റെ ബ്ലോക്ക് നമ്പറും തണ്ടപ്പേൻ നമ്പറും, ബ്ലോക്ക് നമ്പറും തണ്ടപ്പേൻ നമ്പറും നിങ്ങളുടെ ടാക്സ് റെസിപ്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. സർവേ നമ്പറും സബ് സർവേ നമ്പറും ടാക്സ് റെസിപ്റ്റിൽ ലഭിക്കുന്നതാണ്. എത്രത്തോളം വിസ്തീർണമുണ്ട് അതുകൂടി കഴിയും. ദെൻ ഹൗസ് പ്ലോട്ട്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഫോർ എക്സാമ്പിൾ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ അത് ഏത് സംസ്ഥാനത്താണ്, ഏത് വില്ലേജിലാണ്, ഏത് താലൂക്കിലാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണ്, കോർപ്പറേഷൻ ആണ്, ബ്ലോക്ക് നമ്പർ ഏത്, തണ്ടപ്പേൻ നമ്പർ ഏത്, സർവേ നമ്പർ ഏത്, വിസ്തീർണം എത്ര. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 3 ഹൗസ് പ്ലോട്ട് ഉണ്ടെങ്കിൽ 3 കൂടെ കൂട്ടും, 3 കൃഷിഭൂമി ഉണ്ടെങ്കിൽ 3 കൂടെ കൂട്ടും. അപ്പോൾ എത്രത്തോളം ഭൂമിയുണ്ട് അത് മുഴുവൻ കൺസിഡർ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 18 വയസ്സിന് മേളിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 18 വയസ്സിന് മകളിലുള്ള മക്കളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി നിങ്ങൾ അന്ത്യോദയ അന്യോജന സ്കീമിലോ അല്ലെങ്കിൽ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് സ്കീമിലോ പെടുന്നവരാണ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് എവിടെ ഹാജരാക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നത്? ഫോർ എക്സാമ്പിൾ നിങ്ങൾ PSC ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് +2 അഡ്മിഷന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഡിഗ്രി അഡ്മിഷന് വേണ്ടി, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നത്? then സത്യപ്രസ്താവന, ഈ പറയപ്പെടുന്ന ഡാറ്റ, നിങ്ങളുടെ ഞാനും എൻ്റെ കുടുംബം ഏത് മതം, ഏത് ജാതിയിൽ പെടുന്നു, നിങ്ങൾ പേര് നൽകി നിങ്ങൾ കൊടുക്കാം. കുടുംബാംഗങ്ങൾ എന്നതിൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളയാൾ, മാതാപിതാക്കൾ, 18 വയസ്സിന് താഴെയുള്ള സഹോദരൻ സഹോദരി, സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള പങ്കാളി, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ദത്തെടുത്ത കുട്ടികൾ, കുടുംബത്തെ ആശ്രയിച്ച് കഴിയുന്ന 18 വയസ്സിന് മുകളിലുള്ളവർ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു അച്ഛൻ്റെ പെങ്ങള് വിവാഹം ഒന്നും കഴിക്കാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ അവരെ കൂടെ ഡിപ്പെൻഡന്റ് ആയിട്ട് നിങ്ങളുടെ ഇതിനകത്ത് കൺസിഡർ ചെയ്യാം. ഹൗസ് പ്ലോട്ട് എന്നാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ വീട് സ്ഥിതി ചെയ്യുന്ന ഭൂമി അഥവാ വീട് നിർമ്മിക്കാൻ ഉപയുക്തമായതും കൃഷിയേതരവുമായ ഭൂമി എന്നർത്ഥമാകുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളെയും ഈ ആവശ്യത്തിനായി കൃഷിഭൂമിയാണ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹൗസ് പ്ലോട്ട് ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ അതിനെ മുഴുവനായി കൃഷിഭൂമിയായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെയല്ല കൺസിഡർ ചെയ്യുക. അപ്പോൾ രണ്ടിടത്തും കൺസിഡർ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഫൈൻ. ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോമിനോട് കൂടി ഒരു ഫോട്ടോ ഒട്ടിക്കേണ്ടത് ഫോട്ടോ ഒട്ടിക്കുക, റേഷൻ കാർഡിന്റെ കോപ്പി, ടാക്സ് റെസിപ്റ്റിന്റെ കോപ്പി കൊടുക്കേണ്ടതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുത്തില്ല കുഴപ്പമില്ല. ആധാർ കാർഡിന്റെ കോപ്പി, ഇത്രയും ഡേറ്റ കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ഇൻകം ടാക്സിന്റെ റെസിപ്റ്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് കൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒന്നെങ്കിൽ റിട്ടേൺ സർട്ടിഫിക്കറ്റ് കിട്ടാം, അല്ലെങ്കിൽ ടൈപ്ഡ് സർട്ടിഫിക്കറ്റ് കിട്ടാം. ഉറപ്പാക്കുക നിങ്ങളുടെ ഫോട്ടോയുണ്ട്, ഫോട്ടോയിൽ പറയപ്പെടുന്ന വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത് അറ്റസ്റ്റ് ചെയ്തിട്ട് ഉറപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിൽ അപേക്ഷ കൊടുക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്നാണ്. വില്ലേജ് ഓഫീസർ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ വില്ലേജ് ഓഫീസർ ഡോക്യുമെന്റുകളെല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അതായത് കൊടുക്കുന്ന ഓഫീസിൽ തന്നെയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടുക. പക്ഷേ നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് വില്ലേജ് ഓഫീസിന് കൊടുത്ത് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് തയ്യാറാക്കി അത് നമ്മൾ താലൂക്ക് ഓഫീസിൽ കൊണ്ട് കൊടുത്ത് താലൂക്ക് ഓഫീസ് സഹകരിച്ചതാണ് തരിക. സ്റ്റേറ്റ് ഗവൺമെന്റ് ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് തരുന്ന വില്ലേജ് ഓഫീസിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് തരുന്നത് താലൂക്ക് ഓഫീസിൽ നിന്നുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്ഡ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും കിട്ടാം. നിങ്ങൾക്ക് ഏതാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പബ്ലിക് എംപ്ലോയ്മെന്റ് വേണ്ടിയാണ് ആ രീതിയിൽ സർട്ടിഫിക്കറ്റ് മേടിക്കുക, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ആ രീതിയിൽ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഏതാണ് നീഡ് അതനുസരിച്ച് സർട്ടിഫിക്കറ്റ് മേടിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തത് ശശിധരൻ നായർ സാറുടെ റിപ്പോർട്ടിലാണ്. അപ്പോൾ അതിനകത്ത് റിപ്പോർട്ടിൽ പറയുന്ന 1-2 കാര്യങ്ങൾ കൂടി നോക്കാം. ഇൻകത്തിനകത്ത് എക്സംഷൻ എന്തൊക്കെയാണ്? ഫാമിലി പെൻഷൻ, അൺഎംപ്ലോയ്മെന്റ് വേജസ്, ഫെസ്റ്റിവൽ അലവൻസ്, ടെർമിനൽ ബെനിഫിറ്റുകൾ, ഇവ കാര്യങ്ങളെല്ലാം മാനുവൽ ഇൻകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഇതിലാണ് ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ അനക്സ്ചർ നോക്കിയാൽ ഓക്കെ, ഇതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ അനക്സർ വരിക. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇൻ ദ ജനറൽ കാറ്റഗറി ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അന്ത്യോദയ അന്നയോജന സ്കീമിലോ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് സ്കീമിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share with your friends. Keep watching, keep learning. Thanks for watching. Bye.